നമസ്കാരം. IFPHന്റെ 2166 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷമാണ് പ്രവർത്തനം. നന്ദി. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് IFPHൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഫാർമക്കോ വിജിലൻസ് ഹോമിയോപ്പതിയിൽ ഇതിന്റെ പ്രാധാന്യം എന്താണ്, പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ വളരെ കുറച്ച് പേർ മാത്രമേ ഇത് കേൾക്കാൻ പോലും തയ്യാറാവുന്നുള്ളൂ. അവസാനം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളിലേക്ക് ഇത് ചാടുമ്പോഴായിരിക്കും പലതും ഓടുന്നത്. അപ്പൊ ഇതൊക്കെ ഡോക്ടർമാരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് IFP ഇന്ന് പരിപാടി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ശുഭ വത്സലം, BHMS, MHSC, CCD, PGDYT, PGD, FDBM, ജൂനിയർ റിസർച്ച് ഫെലോ, പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ, SK ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, കുലശേഖരം. ഡോക്ടർ ശുഭയെ ആദരവ് ക്ഷണിക്കുന്നു. ഡോക്ടർ ശുഭ, പ്ലീസ്. നമസ്കാരം സർ. കാണാമല്ലോ അല്ലേ? കാണാം, കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു വേദിയിലേക്ക് എനിക്കൊരു അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ക്യാമറ ഒന്ന് ഓൺ ചെയ്യാമോ? സ്റ്റിൽ ഓഫ് ആണല്ലേ? അതെ അതെ. ഫാർമക്കോ വിജിലൻസ് എന്ന സബ്ജക്ട് സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഹോമിയോപ്പതിയിലൂടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ സാമുവൽ ഹനുമാൻ ഈ കൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ അലോപ്പതി എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് ആ സമയത്തുണ്ടായിരുന്ന മോഡേൺ മെഡിസിനകത്തുണ്ടായിരുന്ന സർജിക്കലുള്ള ക്രൂവൽറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ, മറ്റു കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം കണ്ടിട്ട് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഡോക്ടർ സാമുവൽ ഹനുമാൻ മുന്നോട്ട് വെച്ച ഒരു നവീന ആശയമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ ഫിലോസഫി. അപ്പൊ ഈ ഫിലോസഫിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ സാമുവൽ ഹനുമാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫിസിഷ്യന്റെ ഹയസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടും ഏറ്റവും മൈൽഡ് ആയിട്ടും ഉള്ള വേയിലുള്ള ഒരു ക്യൂർ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ അഫോറിസത്തിലും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാം അത് പഠിച്ചിട്ടുണ്ട്. സോ ഇനി ഇതില് എങ്ങനെയാണ് നമുക്കതിനകത്ത് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ആകുന്നതെന്ന് നോക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിനകത്തുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്, എന്നെ ഇതിനകത്ത് പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടറിനെ കുറിച്ച് ഒരു പേഴ്സണൽ സംഗതി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ UG പഠനം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ഐരാണിമുട്ടത്താണ്. അപ്പോൾ ഞാനവിടെ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴത്തേനും സത്യത്തിലെ ഹോമിയോപ്പതി സിസ്റ്റത്തിന് സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഈ സിസ്റ്റം പഠിക്കാൻ വേണ്ടിയിട്ടോ വന്നതല്ല. ഒരു വർഷം സ്പെൻഡ് ചെയ്യുക, പിന്നെ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുക, അടുത്ത MBBSനേക്ക് ട്രൈ ചെയ്യുക എന്നുള്ള സാധാരണ എല്ലാ UG ലെവലിലെയും കാൻഡിഡേറ്റ്സിനെ പോലെ തന്നെയാണ് ഞാനും അവിടെ ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ് നമ്മുടെ മുരളി സാറിന്റെ ക്ലാസ്സാണ്. അവിടെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ മുരളി സാറിന്റെ ഫിലോസഫി ക്ലാസ്. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ സാറിന്റെ ക്ലാസ്സിലാണ് ആദ്യം കയറുന്നത്. അപ്പൊ സാർ അവിടെ ക്ലാസ് എടുക്കുന്നത് ഹിസ്റ്ററി എവല്യൂഷൻ ഓഫ് ഹോമിയോപ്പതി, ഹാനുമാന്റെ ലൈഫ് ഹിസ്റ്ററിയുടെ ഒരു ഫ്രാഗ്മെന്റ് ആണ് ആ സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെ പിടിച്ചിരുത്തിയ ഒരു ആശയത്തിന്റെ പ്രധാന ഭാഗം, ഒരു ഫ്രാഗ്മെന്റ് ഇതാണ്. ഈ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന, സോകോൾഡ് മോഡേൺ എന്ന് പറയുന്ന ആ മെഡിസിനകത്ത് വരുന്ന മോഡേൺ അല്ലാത്ത കുറെ സംഭവങ്ങൾ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതിയുടെ ആശയം ഇൻഡിവിജ്വലൈസേഷൻ, മൈൽഡർ ആയിട്ടുള്ളത്, ഹാർഷ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ഇത്. അപ്പോ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഹോമിയോപ്പതി പഠിക്കണം, ഇത് രസകരമായ ഒരു സംഭവമാണ്, അതിനകത്ത് എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലോങ് റണ്ണിൽ അതിനകത്ത് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറെ സംഗതികൾ വന്നു, ഒരുപാട് സംഗതികൾ അതിനകത്ത് മാറ്റം വന്നുവെങ്കിലും അൾട്ടിമേറ്റ്ലി ദിസ് ഇസ് എ സൂപ്പർ ഇൻട്രസ്റ്റിംഗ് തിങ്. ഫാർമക്കോ വിജിലൻസും ഹോമിയോപ്പതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്നുള്ളത്. അപ്പൊ ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സാറിന്റെ സ്ലൈഡ് പ്രോപ്പർലി വിസിബിൾ ആണോ? എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നില്ല. കാണാം, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഇതിന്റെ കോറിലുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. ഫാർമക്കോ വിജിലൻസ് എന്താണ് ഫാർമക്കോ വിജിലൻസ് എന്നുള്ളത്?
ഇതൊരു ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ ഫാർമക്കോ റെഫർ ചെയ്യുന്നത് മെഡിസിൻ റിലേറ്റഡ് എന്നും വിജിലിയർ അതായത് അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ ടോട്ടൽ ടേമിന്റെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോ ഫാർമക്കോ വിജിലൻസിനെ കുറിച്ച് WHO ഒരു ഡെഫിനേഷൻ ഉണ്ട്. ദ സയൻസ് ആൻഡ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദ ഡിറ്റക്ഷൻ, അസസ്മെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓർ എനി അതർ മെഡിസിൻ റിലേറ്റഡ് പ്രോബ്ലംസ്. ഇങ്ങനെയാണ് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ച് WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മരുന്നുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സേവനങ്ങളോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇതാണ് ഫാർമക്കോ വിജിലൻസിന്റെ ഡെഫിനിഷൻ എന്നുള്ള തരത്തിൽ WHO ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോർ ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടെന്ന് പറഞ്ഞത് കളക്ഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് അഡ്വേഴ്സ് ഇവന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ അഡ്വേഴ്സ് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന രോഗിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, കോംപ്ലിക്കേഷൻസ്, അത് മൈൽഡ് മുതൽ ഡെത്ത് വരെയുള്ള, അതായത് മൈൽഡർ ആയിട്ടുള്ള റാഷ് മുതൽ ലൈറ്റർ അലർജി മുതൽ സിവിയർ ആയിട്ടുള്ള അൾട്ടിമേറ്റ്ലി ഡെത്ത് വരെ വരുന്ന തരത്തിലുള്ള എല്ലാം തന്നെ ഇവന്റ്സിനകത്തോ അഡ്വേഴ്സ് റിയാക്ഷൻസിനകത്തോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. പിന്നെ കാഷ്വാലിറ്റി അസസ്മെന്റ് വരുന്നുണ്ട്, സിഗ്നൽ ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ റെഗുലേറ്ററി കമ്മീഷൻ ആൻഡ് കറക്റ്റീവ് ആക്ഷൻ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഫാർമക്കോ വിജിലൻസിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി എന്തിലേക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മെയിൻലി പേഷ്യന്റ് സേഫ്റ്റി, റിസ്ക് ബെനിഫിറ്റ് മോണിറ്ററിങ്, ഒബ്വിയസ്ലി ഇത് റാഷണലൈസ് ചെയ്യാനായിട്ട് ഉപകരിക്കും. എന്തുകൊണ്ടായാലും ഇത് പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷനെ തന്നെയാണ് എയിം ചെയ്യുന്നത്. ഫാർമക്കോ വിജിലൻസിന് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി നോക്കാം നമുക്ക്. ഇത് ബോറിംഗ് ആണ്, പക്ഷേ ഇത് ഫാർമക്കോ വിജിലൻസ് എന്താണെന്ന് അറിയുന്നതിൽ ഇതിനൊരു പങ്കുണ്ട്, ഇതിന്റെ ഇവല്യൂഷൻ ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മൈൽഡായിട്ട് നമുക്കൊന്ന് നോക്കിപ്പോവാം. 1848 ഒരു ആ സമയത്ത് ക്ലോറോഫോം ആണ് അനസ്തേഷ്യക്കായിട്ട് യൂസ് ചെയ്തിരുന്നത്. ആ സമയത്ത് 100 കണക്കിന് ക്ലോറോഫോം ഡെത്ത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ 1937 ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഒരു ട്രാജഡി ഉണ്ടായി. ആ സമയത്തും അത് ഈ സ്ലൈഡിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഇവിടെ ബ്ലേർഡ് ആണ്, അതുകൊണ്ടാണ് ഞാനത് കുറച്ച് ഒരു മിനിറ്റ് സാർ. സൾഫാമിനൈഡ് ട്രാജഡിയാണ് 1937 നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിന്റെ ഒരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ, ഫാർമക്കോ വിജിലൻസിന്റെ മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരെണ്ണമാണ് 1961 താലിഡോമൈഡ് ട്രാജഡി. ഇത് മുതലുള്ള ഹിസ്റ്ററി ആയിരിക്കും മിക്കവാറും നമുക്കൊക്കെ അറിയാവുന്നത്, നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ താലിഡോമൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ് ആ കാലഘട്ടം വരെ ലെപ്രസി ട്രീറ്റ് ചെയ്യാൻ, സീഷേഴ്സിനുള്ളതും പിന്നെ മോർണിംഗ് സിക്നെസ്സിനാണ് ആ സമയത്തും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഈ മെഡിസിൻ താലിഡോമൈഡ് എന്ന് പറഞ്ഞ ഈ ഡ്രഗ് പ്രഗ്നന്റ് ലേഡീസിൽ മോർണിംഗ് സിക്നെസ്സിലേക്ക് സേഫ് ആണ്. അതിന്റെ ഒരു സേഫ്റ്റി റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇറക്കുകയുണ്ടായി. ഏകദേശം ഒരു പതിറ്റാണ്ട് വരെ നീണ്ടു നിന്ന ഒരു ഡിസ്കഷൻ ഒടുവിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഒരു ഫോക്കോമാലിയ എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കൽ കണ്ടീഷനോടുള്ള കുട്ടികളാണ്, ആയിരക്കണക്കിന് കുട്ടികളാണ് ആ കാലഘട്ടത്തിൽ ജനിച്ചത്. അത് യൂറോപ്പിലാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പോൾ ഫോക്കോമാലിയ എന്ന് പറഞ്ഞ കണ്ടീഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ബോഡിയും വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ലിംസും ഉള്ള ഹ്യൂമൻസ് ആണ്, ആ ബേബീസ് ആണ് ആ സമയത്ത് ജനിച്ചത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിന്റെ എവിഡൻസ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ട്രാജഡിയുടെ എവിഡൻസ് ബാക്കി പത്രം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഇൻസിഡന്റോടെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണ്ണ് തുറക്കുന്നത്. വേൾഡ് ഹെൽത്ത് അസംബ്ലി ഒരു റെസൊല്യൂഷണറി ഒരു കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്യുന്നതും ഡ്രഗ് മോണിറ്ററിങ്ങിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരുന്നതും. അതാണ് 1963 നടക്കുന്ന ഒരു ചേഞ്ച്. പിന്നെ ഒരു WHO ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ഡ്രഗ് മോണിറ്ററിംഗ് ഉപ്സല മോണിറ്ററിംഗ് സെന്റർ എന്ന് പറഞ്ഞ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രഗ് മോണിറ്ററിംഗ് സെന്ററിന്റെ ഹബ് എന്ന് പറയുന്നത്. അത് 1968 എസ്റ്റാബ്ലിഷ് ആകുന്നു. 2010 ഇന്ത്യ ഈ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് അത് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്.
അതിനുശേഷം ആയുഷ് സിസ്റ്റവും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇന്ത്യയിലേക്ക് വരുന്ന ആ ഹിസ്റ്ററി വളരെ മൈൽഡായിട്ട് നമുക്ക് ഒന്ന് നോക്കാൻ പറ്റും. ഇന്ത്യയിൽ ഇത് 1986, ഇതിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാൽ ഹിസ്റ്ററി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഫോർമലി പറയാണ്. ഒരു 1986 ADR മോണിറ്ററിംഗ് ഒരു ഫസ്റ്റ് ആയിട്ട് ഇവിടെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. 1997 ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് ഓൺ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മുംബൈയിൽ അത് ഉണ്ടാകുന്നുണ്ട്, അത് കൂടുന്നുണ്ട്. 2004 നാഷണൽ ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2010 ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. 2017 മുതൽ 2018 വരെയുള്ള കാലത്താണ് ഇത് ആയുഷ് സിസ്റ്റം ഓഫ് മെഡിസിനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആകുകയും ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്തിട്ട് അതിനൊരു സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് ഈ ഫാർമക്കോ വിജിലൻസ് മാറ്റർ ആകുന്നത് എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യം മുതൽ ചിന്തിച്ചതും ഡിസ്കസ് ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹോമിയോപ്പതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമക്കോ വിജിലൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. സോ ഹോമിയോപ്പതിക്ക് ഈ ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്ന സംഭവം ആവശ്യമുണ്ടോ? ഒരു കാരണം, ലോകത്ത് തന്നെ ലാർജസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസിൽ രണ്ടാമത്തെ സ്ഥാനം ഹോമിയോപ്പതിക്കാണ്. അലോപ്പതിക് സിസ്റ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ജനം യൂസ് ചെയ്യുന്നത് ഹോമിയോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പോൾ മില്യൺസ് ഓഫ് പേഷ്യൻസ് ആണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. നിലനിൽക്കുന്ന ഒരു മിത്തുണ്ട്, നമ്മുടെ ഒരു ധാരണയുണ്ട്, ഒരു വിശ്വാസം ഉണ്ടാണ്. എന്താണ്? ഹോമിയോപ്പതിക് മെഡിസിൻ കംപ്ലീറ്റ്ലി സേഫ് ആണ്, അത് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന മിത്ത്. ഞാനടക്കമുള്ള പല ഹോമിയോപ്പതി ഡോക്ടേഴ്സും ഇത് പേഷ്യന്റിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും സ്വന്തമായിട്ട് കൺവിൻസ്ഡ് ആകാനും ശ്രമിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ വളരെ അതിന്റെ ബേസ് ലെവലിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോഴുള്ള അതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ടിങ്ചേഴ്സ്, ലോ പൊട്ടൻസീസ്, ഇംപ്യൂരിറ്റീസ്, സെൽഫ് പ്രൊട്ടക്ഷൻ, ഡ്രഗ് ഇന്ററാക്ഷൻ, ദെൻ അഡൾട്രേഷൻ, ഈ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട്, അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ, അഡ്വേഴ്സ് ഇവന്റ് ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക് മെഡിസിനിൽ കഴിയും എന്നുള്ളതാണ് റിയാലിറ്റി. അതായത് അഡ്വേഴ്സ് ഇവന്റ്സ് ആൻഡ് അഡ്വേഴ്സ് ഇഫക്ട്സ് ആർ പോസിബിൾ ഇൻ ഹോമിയോപ്പതി. അത് ഒരു റിയാലിറ്റി ആണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാര്യം. എന്തിനാണ് ഫാർമക്കോ വിജിലൻസ് ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു 4 പോയിന്റ്സ് ആയിട്ട് ഞാനിവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സയന്റിഫിക് ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ആന്റി ഹോമിയോപ്പത്തിക് ആയിട്ടുള്ള ഒരുപാട് പേരുടെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇറ്റ്സ് നോട്ട് എവിഡൻസ് ബേസ്ഡ് എന്നുള്ളതാണ് ഇവർ ഹെയിൽ ചെയ്യുന്ന ഒരു പോയിന്റ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മുടെ റിപ്പോർട്ടിങ്ങിനുള്ള സാധ്യതകൾ. അപ്പോൾ ഡേറ്റ കളക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ നടക്കുന്നത്. ഫാർമക്കോ വിജിലൻസിനകത്ത് നടക്കുന്നത് ഡാറ്റ കളക്ഷനാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൽ സ്റ്റോൺ ആണ് ഇതിന് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് ഇൻഫോംഡ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കേസ്, ഒരു പേഷ്യന്റിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. അത് ഒരു പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗിന് എന്ത് ആക്ഷൻ ആണ് ഉണ്ടാകുന്നത്, എന്ത് ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് അറിയാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഇപ്പോ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സിലെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഒരു പെരിഫറൽ ഫാർമക്കോ വിജിലൻസിൽ JRF ആയിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ജോബിന്റെ ഒരു പാർട്ട് ഇതാണ്, പേഷ്യൻസിനെ അവരെ ഇൻഫോം ചെയ്യുക. അതായത് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുമ്പോൾ എന്താണ് പോസിബിൾ ഔട്ട്കം, എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, അതിന് അവർക്ക് നമ്മൾ ക്ലാസ് കൊടുക്കണം, റെഗുലർ ആയിട്ട് ഒരു പ്രോപ്പർ പീരീഡത്തിൽ ഇന്റർവെൽസിൽ അവരെ ഇൻഫോം ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. സോ ഇൻഫോംഡ് പ്രിസ്ക്രൈബിംഗ് ആണ് രണ്ടാമത്തത്. അത് അവരുടെ റൈറ്റ് ആണ്, പേഷ്യൻസിന്റെ റൈറ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി അഷുറൻസ് ആണ്. അപ്പോൾ അത് അതോറിറ്റീസിനെ, അതിപ്പോ അഡൽട്ടറി ഉണ്ടാവുകയോ പാക്കിങ്ങിൽ പ്രശ്നം വരികയോ അതില് ലേബലിങ്ങിൽ പ്രശ്നം വരികയോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലൂടെ അതിന്റെ റെഗുലേറ്ററി അതോറിറ്റീസിന് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള അഷുറൻസ് കിട്ടാനായിട്ട് സഹായിക്കും. ഓബ്വിയസ്ലി അതിന്റെ നാലാമത്തെ മെയിൻ ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് പേഷ്യന്റ് ട്രസ്റ്റ്. അപ്പോൾ ഹോമിയോപ്പതി സിസ്റ്റം വളരുകയും വികസിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കാര്യം പേഷ്യന്റ് ട്രസ്റ്റ് തന്നെയാണ്. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ റിപ്പോർട്ടിംഗ്, അതിന്റെ ഡാറ്റ കളക്ഷൻ, ഇൻഫോംഡ് പ്രിസ്ക്രിപ്ഷൻ, അതിന്റെ റെഗുലേറ്ററി അസസ്മെന്റ്.
ഈ ഇന്ത്യയിലെ ജേർണിയെ കുറിച്ച് ഇതും പ്രോപ്പർലി റെലവെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫാർമക്കോ വിജിലൻസ്, ഹോമിയോപ്പതിയിലുള്ള ഫാർമക്കോ വിജിലൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ്? 1973 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1997 അതൊരു അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷനുള്ള ഒരു ഫസ്റ്റ് കോൺഫറൻസ് കൂടുകയാണ്. 1780 മിനിസ്ട്രി ഓഫ് ആയുഷ് ഒരു സിസ്റ്റമാറ്റിക് സ്കീമാറ്റിക് ആയിട്ട് ഫോം ആകുന്നുണ്ട്. 2020 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ഇത് 3 ടയേഴ്സ് ആയിട്ടുള്ള ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ പ്രസന്റ്ലി 21 മുതൽ പ്രസന്റ് വരെ ഇത് ഏകദേശം 5 ഇന്റർമീഡിയറി സെന്ററും 99 പരം പെരിഫറൽ ഫാർമക്കോ വിജിലൻസും ഉള്ള വളരെ വൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കും ആയുഷ് സുരക്ഷ എന്ന് പറയുന്ന ഒരു പ്രോപ്പർലി ഫംഗ്ഷൻ ചെയ്യുന്ന വെബ് പോർട്ടലും കൂടെയുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ റെഗുലേറ്ററി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് അതിന്റെ മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് അതിന്റെ എപെക്സിലുള്ളത്. രണ്ടാമത് നാഷണൽ കമ്മീഷൻ ഓഫ് ഹോമിയോപ്പതിയാണ്. മൂന്നാമത് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതിയാണ്. നാലാമത് ഫാർമക്കോവിയ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതിയാണ്. അഞ്ചാമത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയാണ്. ലാസ്റ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൽക്കട്ട. ഇതാണ് നമ്മുടെ ഇന്റർമീഡിയറ്ററി സെന്റർ. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജിലാണ് ഏറ്റവും പെരിഫറലാണ് നമ്മുടെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് വരുന്നത്. 99 പരം സെന്റേഴ്സ് ആയുഷ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 ടയർ എന്ന് പറയുന്ന സംഭവം എന്താണ് എന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും ബേസ് ലൈനിലെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇതാണ് 99 സെന്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്. ഈ 99 പരം സെന്റേഴ്സിൽ നിന്നാണ് നമ്മുടെ ഏരിയാസ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സും മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്. അത് സോർട്ട് ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും അതിന്റെ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ്. ഹോമിയോപ്പതിക് ഇന്റർമീഡിയറ്റ് ഫാർമക്കോ വിജിലൻസ് സെന്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് സെന്റർ കൽക്കട്ടയാണ്. പിന്നെ നാഷണൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയാണ് അതിന്റെ ഹെഡ് ക്യാരി ചെയ്യുന്നത്. ഇനി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നൊരു സെക്ടറാണ്. അപ്പൊ നമ്മളിപ്പോ സെമിനാർസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഡൗട്ട്സ് വരും. എങ്ങനെ നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് എന്നറിയും? ഹോമിയോപ്പതിക് അഗ്രവേഷൻ അണ്ടർസ്റ്റുഡ് ആണ്. ചില മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേനും ഹോമിയോപ്പതിക് അഗ്രവേഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡ്രഗ് റിയാക്ഷൻസ് അഡ്വേഴ്സ് ആണ് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത്. ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. എന്നാലും വളരെ പ്രീസൈസ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ഞാൻ അതിനകത്ത് പറയാം. ഹോമിയോപ്പതിക് അഗ്രവേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം അറിയുന്നത് പോലെ ഒരു ട്രാൻസിയന്റ് വേഴ്സണിങ് ഓഫ് എക്സിസ്റ്റിംഗ് സിംറ്റംസ് ആണ്. അത് പെട്ടെന്ന് വരികയും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സെൽഫ് ലിമിറ്റിംഗും ആണ് ഹോമിയോപ്പതിക് അഗ്രവേഷൻ. പ്രൂവിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അതിനകത്ത് ഒരു ന്യൂ സിംറ്റംസ് ആണ്. റെമഡീസ് നോൺ ഇഫക്ട്സിനെ മിമിക് ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ സിംറ്റംസ് പ്രൂവ് ചെയ്യുന്നത്. അത് മിക്കവാറും സംഭവിക്കുന്നത് റിപ്പീറ്റഡ് ഡോസേജിലോ റോങ് പൊട്ടൻസി സെലക്ഷൻസിലോ ഒക്കെ ആയിട്ടായിരിക്കും വരിക. മൂന്നാമത് വരുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ആണ്. ഇത് ചില ആൽക്കഹോൾ കണ്ടന്റോ ചില മദർ ടിങ്ചേഴ്സോ ഒക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിൽ, ചില പ്ലാന്റ് ആനിമൽ സോഴ്സോ മിനറൽസോ ഒക്കെ സെൻസിറ്റീവോ അലർജിക്കോ ആയിട്ടുള്ള പേഷ്യൻസിൽ കാണുന്ന സിംറ്റം ആണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. ദെൻ ഡ്രഗ് ഇന്ററാക്ഷൻ, ചില പൊട്ടൻസികൾ മിക്സ് ചെയ്ത് കൊടുക്കുക, ചില ടിങ്ചേഴ്സ് മിക്സേഴ്സ് കൊടുക്കുക, ഇതൊക്കെ വരുമ്പോഴത്തേനും ഡ്രഗ് ഇന്ററാക്ഷൻസിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി നടത്തിയില്ലെങ്കിൽ വരുന്ന സിംറ്റംസ് ആണ് ഈ ഒരു കാറ്റഗറിക്കകത്ത് വരിക. ഇഡിയോസിൻക്രറ്റിക് അല്ലെങ്കിൽ ടോക്സിക് റിയാക്ഷൻസ് വരുന്നതാണെങ്കിൽ അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കോമൺലി ഒരു ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും അതിനെ പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഒരു ഇഡിയോസിൻക്രറ്റിക് എന്ന് പറയുന്ന സംഭവത്തിൽ അല്ലെങ്കിൽ ടോക്സിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്താനേ പറ്റത്തുള്ളൂ. ദെൻ ക്വാളിറ്റി റിലേറ്റഡ്, അതായത് പാക്കിങ്ങിൽ വരുന്നത്, അഡൾട്രേഷനിൽ വരുന്നത്, കണ്ടാമിനേഷൻ വരുന്നത്, മാനുഫാക്ചറിംഗിൽ വരുന്നത്, സ്റ്റോറേജിൽ വരുന്നത്, ലേബലിംഗിൽ വരുന്നത് തുടങ്ങിയായിട്ടുള്ള ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിലാണ് ചില സിംറ്റംസ് കിട്ടുന്നത്. എന്തിനാ ഇത്രയും ഈ ഒരു 6 പോയിന്റ്സും സ്പെസിഫിക്കലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിംറ്റം അഡീഷണലി കിട്ടുമ്പോൾ ദീസ് ആർ ദ മെയിൻ തിങ്സ്. ചിലപ്പോൾ അത് അഗ്രവേഷൻ ആകാം, ചിലപ്പോൾ അത് പ്രൂവിംഗ് ആവാം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആകാം, ഡ്രഗ് ഇന്ററാക്ഷൻസ് ആവാം, ഇഡിയോസിൻക്രറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റി റിലേറ്റഡ് ഈവൻസ് ആയിരിക്കാം. ഇതിൽ എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഉള്ളതാണ് അടുത്ത ചോദ്യം. ഇതിൽ തന്നെ ഞാൻ പറയാം. ഇപ്പോ നമുക്കിപ്പോ നമ്മുടെ ഫാർമക്കോ വിജിലൻസ് റെഗുലേറ്ററി കമ്മീഷൻസ് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മുഴുവനും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്.
ഇതിൽ ഏതായിക്കോട്ടെ, ഹോമിയോപ്പതിക് അഗ്രവേഷൻ ആയിക്കോട്ടെ, പ്രൂവിംഗ് ആയിക്കോട്ടെ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിക്കോട്ടെ, ഡ്രഗ് ഇന്ററാക്ഷൻ ആവട്ടെ, ഇഡിയോസിൻക്രറ്റിക് ആവട്ടെ, ക്വാളിറ്റി റിലേറ്റഡ് ഇവന്റ്സ് ആയിട്ട്, ഇതെന്തായാലും പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രഗ്സിന്റെ സോഴ്സിങ്ങിനെ കുറിച്ച് നമുക്കറിയാം. പല മെഡിസിൻസും ഹോമിയോപ്പതി ഉണ്ടായ കാലത്ത് പ്രൂവ് ചെയ്തതാണ്. റീപ്രൂവിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്ത ഡ്രഗ്സ് ഒരുപാടുണ്ട്, നമുക്കറിയാം. നമ്മുടെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില റിയാക്ഷൻസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലൂടെ ന്യൂലി ഇവോൾവിംഗ് ആയിട്ടുള്ള ചില സിംറ്റംസിനെ കുറിച്ച് റിസർച്ചിലുള്ള കാൻഡിഡേറ്റ്സിന് നല്ലൊരു ധാരണ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഡ്രഗ്സിന്റെ സോഴ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഫോർ എക്സാമ്പിൾ നമ്മൾ പൾസാറ്റിലേക്ക് സോഴ്സ് ചെയ്യുവാണെങ്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ സോയില്, അത് വളരുന്ന ലാൻഡ്, അതിനെ ഒരുപക്ഷെ ഇപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും, പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഈ ഡ്രഗിന്റെ ക്വാളിറ്റി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സിംറ്റംസിൽ വരുന്ന ഓൾട്രേഷൻ റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനും ന്യൂലി ഇവോൾവ് ചെയ്യുന്ന സിംറ്റംസ് സ്റ്റഡി പർപ്പസിന് എന്നുള്ള തരത്തിൽ നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ യു ഹാവ് ടു റിപ്പോർട്ട് എവറിത്തിങ്. ഹോമിയോപ്പതിക് അഗ്രവേഷൻ മുതൽ ക്വാളിറ്റി റിലേറ്റഡ് ഇവന്റ്സ് ആയിട്ടുള്ള ഈ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയയിലെ ജനറൽ പ്രിൻസിപ്പിൾ. ഇനി എങ്ങനെയാണ് ADR റിപ്പോർട്ട് ചെയ്യേണ്ടത്, അത് എങ്ങനെ പ്രോസസ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഒന്ന്, സസ്പെക്ട് ഐഡന്റിഫൈങ്. അപ്പൊ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഒരു അൺഎക്സ്പെക്ടഡ് റിയാക്ഷൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പോയിന്റിലാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ പറയുന്നത്. രണ്ടാമത്, അതിനെ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡീറ്റെയിൽസ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഫോം ഉണ്ട്. ഇപ്പൊ ഫോം ആയുഷ് സുരക്ഷ, നേരത്തെ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആയുഷ് സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടൽ ഉണ്ട്. അപ്പൊ ഈ പോർട്ടൽ എല്ലാവർക്കും അറിയാം, എല്ലാ ഹോമിയോപ്പസിനും പരിചിതമാണത്. ഈ പോർട്ടലിൽ നമ്മൾ നോക്കുമ്പോൾ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു ഫോം കാണാൻ പറ്റും. അതിൽ എല്ലാ ഡീറ്റെയിൽസും ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഏത് മെഡിസിൻ ആണ്, അതിന്റെ ബാച്ച് നമ്പർ എത്ര, ഏത് പൊട്ടൻസി ആണ് പേഷ്യൻസിൽ കൊടുത്തത്, പേഷ്യന്റിന്റെ അണ്ടർലൈൻ കണ്ടീഷൻസ്, ഈസ് ദ പേഷ്യന്റ് ഡയബറ്റിക്, ഹൈപ്പർ ടെൻസീവ് ഓർ എനി അതർ കാർഡിയക് ഇഷ്യൂസ്, എനി അതർ അണ്ടർലൈൻ ഇഷ്യൂസ്, ഇത് തുടങ്ങിയിട്ടുള്ള ഒരു നമ്പർ ഓഫ്, ഐ തിങ്ക് ഒരു 18 ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ഡോക്യുമെന്റേഷൻ പൂർത്തിയാവും. അത് സബ്മിറ്റ് ചെയ്യണത് PPVC വഴി സബ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് PPVCയിൽ ഡയറക്റ്റ് ചെയ്യുന്നതുണ്ട്, ഫോം വഴി ചെയ്യുന്നതുകൊണ്ട് ആയുഷ് സുരക്ഷ പോർട്ടൽ വഴി ചെയ്യുന്നതുമാണ്. അപ്പോൾ അത് PPVC വഴി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ദെൻ അത് സബ്മിഷൻ സ്റ്റേജ് കഴിഞ്ഞു. അടുത്തിന് കാഷ്വാലിറ്റി അസസ്മെന്റ് ആണ്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാർമക്കോ വിജിലൻസ് സെന്റർ ആണെങ്കിൽ ഇതിന്റെ കാഷ്വാലിറ്റി അസസ്മെന്റ് സ്കെയിൽ ഉണ്ട്. WHO UMC കാഷ്വാലിറ്റി സ്കെയിൽ ഉണ്ട്. ഈ സ്കെയിൽ അസസ്മെന്റ് വെച്ചിട്ട് ഈ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെ, റിപ്പോർട്ട് ചെയ്ത കേസിനെ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നാഷണൽ ലെവലിലുള്ള ഒരു റിവ്യൂ ഉണ്ട്. ഇതിനെ മുഴുവൻ അഗ്രേറ്റ് ചെയ്തിട്ട് ഒരു അനാലിസിസ് ഉണ്ട്. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് റെഗുലേറ്ററി ആക്ഷൻ, അത് അലേർട്ട് കൊടുക്കും, ലേബൽ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യും, ആക്ഷൻസ് എടുക്കും. ഈ പല പ്രോഡക്ട്സും മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാറുണ്ട്, ആ മുഴുവൻ ബാച്ചസിനെയും തിരിച്ച് കോൾ ചെയ്യാറുണ്ട്. ഇങ്ങനെ തുടങ്ങി റെഗുലേറ്ററി ആക്ഷൻ എന്താണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അത് എടുക്കാനായിട്ടും സഹായിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ ADR റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻസ് പോകുന്ന റൂട്ട് ഇതാണ്. ഇനി ആർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണുന്നത്. യൂഷ്വലി അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് തന്നെയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓരോ ഹോമിയോപ്പതിക് ഫിസിഷ്യനും പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആണ് ഈ കേസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരാണ് പ്രൈമറി റിപ്പോർട്ടേഴ്സ്. പേഷ്യൻസിനും കെയർ ഗീവേഴ്സിനും കൊടുക്കാം. നമ്മൾ ആ ഫോമാറ്റ് ഫില്ല് ചെയ്യുമ്പോഴത്തേനും കാണാൻ പറ്റും അത് ഡോക്ടേഴ്സ് അല്ലാതെ പേഷ്യൻസ് ആണോ കെയർ ഗീവേഴ്സ് ആണോ എന്നുള്ളതും മെൻഷൻ ചെയ്യാനായിട്ടുള്ള കോളം കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്കത് ആയുഷ് സുരക്ഷ പോർട്ടൽ വഴി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫാർമസിസ്റ്റിന്, പാരാമെഡിക്കൽ സ്റ്റാഫ്സിന്, മാനുഫാക്ചേഴ്സിന് ഒക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടിംഗ് ചാനൽസ് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണിത്. ADR ഫോം ഉണ്ട്. സസ്പെക്റ്റഡ് അഡ്വേഴ്സ് റിയാക്ഷൻ നമുക്ക് അത് ഡൗൺലോഡബിൾ ആണ്. വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ഫോം ഫില്ല് ചെയ്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞു, നിയറസ്റ്റ് PPVCയോ IPVCയോ വഴിയായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് വഴിയോ ഇന്റർമീഡിയറ്റ് ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് വഴിയോ അയക്കാൻ പറ്റും. ആയുഷ് സുരക്ഷ പോർട്ടൽ വഴി ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൽക്കട്ടയിലൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ ചാനൽസ്. ഇനി മറ്റൊരു ഏരിയ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ട്രബിൾസം ആയിട്ടുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്
മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. അതും ഫാർമക്കോ വിജിലൻസിന്റെ ടൈറ്റിലിൽ തന്നെ വരുന്നതാണ്. അപ്പൊ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്, നമ്മളിപ്പോ എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അത് സ്ക്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഹോമിയോപ്പതി ക്യാൻസർ ചികിത്സയ്ക്ക് കൊള്ളാം, ഡയബറ്റിസ് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം, മുടി ഒഴിച്ചില് പൂർണ്ണമായിട്ട് നിൽക്കും, കഷണ്ടിയിൽ മുടി വരുത്തും, ഉയരം കൂട്ടിത്തരാം, സ്ലിം ആക്കാം തുടങ്ങിയിട്ടുള്ള ക്ലെയിംസ് ഒക്കെ കാണുന്നത് വളരെ 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 കോമൺ ആണ്. കാരണം മാസം തോറും ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന കേസിനകത്ത് കാണുന്നത്, ഇപ്പോ റീസെന്റ് ഈ മാസം റിപ്പോർട്ട് ചെയ്ത കേസിൽ ഒരു ഫെയർനെസ് കോമ്പിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 3 ടിഞ്ചറ്, 200, പിന്നെ 2-3 ഓയിന്റ്മെന്റ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫെയർനെസ് ഒരു 4 ടോൺ വരെ ലൈറ്റർ ആയിട്ടുള്ള സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരാമെന്ന് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയുന്ന ഒരു ഡോക്ടറുടേതാണ് ഈ മാസം റിപ്പോർട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്ത കേസാണ്. അപ്പൊ നമുക്കിതിനകത്ത് നമ്മുടെ ജൂനിയർ റിസർച്ച് ഫെലോസിന് തന്നിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എന്താണ് നമ്മൾ പറയേണ്ടത്, എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോ ഇതിനകത്ത് പല മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ ആ ഫയല് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 71 മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. ആ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിനകത്ത് എക്സാമ്പിൾ പറയുന്നത് ക്യാൻസർ, ഡയബറ്റീസ്, എയ്ഡ്സ് തുടങ്ങിയ കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് സുഖമാക്കി കൊടുക്കാന്ന് ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു മിസ്യൂസ് പോലെ തന്നെ കാണുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, പ്രിന്റ് ഫോമിലുണ്ട്, ടിവിയിൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിലുണ്ട്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈംസ് ആയിട്ട് വരുന്നതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതും ആയുഷ് സുരക്ഷാ പോർട്ടൽ വഴി തന്നെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഈ ആയുഷ് സുരക്ഷാ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യുന്നതും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് മാത്രമല്ല ജനറൽ പബ്ലിക്കിനും റിപ്പോർട്ട് ചെയ്യാം. ഇതിനകത്തുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും യു ഹാവ് ടു മെൻഷൻ എവറിത്തിങ് അബൌട്ട് ദ ഡോക്ടേഴ്സ് ആൻഡ് ഓൾ. അപ്പൊ ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, റിപ്പോർട്ടറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, ഡോക്ടറിന്റെ അഡ്രസ് അടക്കം അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അതൊരു മാൻഡറ്ററി കോളം അല്ല. അപ്പോ ഒരു പബ്ലിക് ആള് ഒരു ഫ്ലെയർ കണ്ടു, അല്ലെങ്കിൽ ഒരു വാൾ പോസ്റ്റർ കണ്ടു, അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡു ഇറ്റ് സ്ട്രെയിറ്റ്ലി ഇൻ ദ പോർട്ടൽ. അയാൾ ആരാണെന്നോ എന്താണെന്നോ ആ പൗരന്റെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് എന്തുകൊണ്ട് ഇത്രയും അധികം അതിനൊരു ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട്നെസ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അൺസബ്സ്റ്റാൻഷ്യൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെയിംസ് പറയുമ്പോഴത്തേനും നമുക്കൊരു പൂർണ്ണമായിട്ടും ധാരണയില്ലാത്ത, പൂർണ്ണമായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ലാത്ത ചില ക്ലെയിംസ് പറയുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ പോകുന്നു. അവരൊരിക്കലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുകയോ, പ്രോപ്പർ ആയിട്ടുള്ള അതിനെ കേസ് ഡയഗ്നോസ് ചെയ്യുകയോ, പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവരുടെ പേഷ്യന്റ് ശരിക്കും പറഞ്ഞാൽ റിസ്കിലാവുകയാണെന്ന് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതിന്റെ ഇറോഷൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്തിനാണ് ഫാർമക്കോ വിജിലൻസ് കൊണ്ടുവരുന്നതെന്ന്. അതിന് ഏറ്റവും പ്രൈം മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് പബ്ലിക്കിന്റെ ട്രസ്റ്റ് പോവുക എന്നുള്ളതാണ്. സങ്കടകരമായ കാര്യം, വളരെ നാണംകെട്ട രീതിയിൽ അത് പദപ്രയോഗം ശരിയായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആൾക്കാര് പരസ്യം ചെയ്യുന്നുണ്ട്. പേഷ്യന്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള ക്ലെയിംസ് കൊടുത്തിട്ട് പരസ്യം ചെയ്യാറുണ്ട്. അത് പബ്ലിക്കിന്റെ ട്രസ്റ്റ്, ഹോമിയോപ്പതിയിലുള്ള പബ്ലിക്കിന്റെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ്. സോ വി ഹാവ് ടു റിപ്പോർട്ട് ഓൾ ദ തിങ്സ്, ഓൾ ദ മിസ്ലീഡിംഗ് റിപ്പോർട്ട്സ്. ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓൾ ദി തിങ്സ്. ഇനി ഇതിന് ലീഗൽ സേഫ് ഗാർഡ്സ് ഉണ്ട്. നമ്മൾ ചുമ്മാ റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാതിരിക്കുന്നില്ല. ഇതിനകത്ത് പല നിയമങ്ങളും കൊണ്ട് ഇതിനെ, ഈ ഒരു റിപ്പോർട്ടിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. എല്ലാവർക്കും അറിയാം, 1984 എസ്റ്റാബ്ലിഷ് ചെയ്ത ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്. പിന്നെ റൂൾ 170, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫാർമക്കോ വിജിലൻസ് മാൻഡേറ്റ് ഉണ്ട്. അപ്പോ ഇത്രയുമാണ് നമ്മുടെ റൂൾസിനകത്ത് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്ന ലീഗൽ സൈഡ് ഈ കാണുന്ന 4 പോയിന്റ്സ് ആണ്. ഇനി ചാലഞ്ചസ് എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോ എന്തുകൊണ്ട് ഈ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? നമ്മുടെ സെന്റർ പോലും വളരെ കുറച്ച് കേസസ് മാത്രമേ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റിന്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാല്, ഈ പറഞ്ഞ മണ്ടത്തരങ്ങൾക്കെല്ലാം പുറകില് നിങ്ങൾക്ക് ഇത് പ്രോപ്പറായിട്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുക എന്നൊരു ഡിസ്ക്ലൈമർ കൊടുക്കും.
സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ക്ലൈമർ കൊടുക്കുന്നത് കൊണ്ട് മാത്രം നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പബ്ലിക് ഈ ഡിസ്ക്ലൈമർ അല്ല കാണുന്നത്. അവർ ഈ വേളി പറഞ്ഞിട്ടുള്ള ഈ മുഴുവൻ മരുന്നുകളുടെയും കോമ്പിനേഷൻസ് യൂസ് ചെയ്യുകയും അതും കോമ്പിനേഷൻസ് 1-2 തവണയല്ല, ഒരു മാസങ്ങളും വർഷങ്ങളും യൂസ് ചെയ്ത് അതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയവരെ നേരിട്ട് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കേസ് OPL പലതും റിപ്പോർട്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, ചാലഞ്ചസ്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഈ സ്ലൈഡിൽ നോക്കുന്നത്. കീ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലോ അവയർനെസ് തന്നെയാണ്. മിക്കവാറും പ്രാക്ടീഷണേഴ്സിനോ ഇത് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന മറ്റുള്ളവർക്കോ ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ട് അവയർനെസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമക്കോ വിജിലൻസിന്റെ പ്രോട്ടോകോളിൽ അവയർനെസ് പ്രോഗ്രാമിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അപ്പോൾ അവയർനെസ് പ്രോഗ്രാം ഡോക്ടേഴ്സിന്, മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്, സ്റ്റുഡൻസിന്, ഇന്റേൺസിന്, പാരാമെഡിക്കൽ സ്റ്റാഫ്സിന് എല്ലാവർക്കും പ്രോപ്പറായിട്ട് ഒരു പീരിയോഡിക്കലായിട്ട് അവയർനെസ് പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് പേഷ്യൻസ്. പിന്നെ ഇത് എപ്പോഴും ഹോമിയോപ്പതി ഒരു സീറോ റിസ്ക് ആണ് എന്നുള്ള ഒരു ബിലീഫ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണ് റിസ്ക് വരുന്നത്, എന്താണ് നമ്മുടെ സേഫ് ആയിട്ടുള്ള പോർഷൻ, എന്തൊക്കെ നമുക്ക് ചെയ്യാതിരിക്കാം എന്നുള്ള അതും ഈ അവയർനെസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചില നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയയില്, ഹോമിയോപ്പതിക് ഇന്ത്യൻ ഫാർമക്കോപ്പിയയില് കൊടുത്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഉണ്ട്. മദർ ടിഞ്ചേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, ലോവർ പൊട്ടൻസി അപ് ടു 3x യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, 6x പൊട്ടൻസി യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, അതിന്റെ ഫയൽ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഞാനത് ഇതിനകത്ത് ചാറ്റ് ബോക്സിനകത്ത് പറ്റുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ മനോജ് ഡോക്ടർ ഞാൻ ഷെയർ ചെയ്തേക്കാം, ആവശ്യമുള്ളവർ കളക്ട് ചെയ്തിട്ടുണ്ടാകും. പിന്നെ അടുത്തത് സിഗ്നിഫിക്കന്റ് അണ്ടർ റിപ്പോർട്ടിംഗ് ഓർ അഡ്വേഴ്സ് ഇവന്റ് നാഷണൽ വൈഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പലതും ഈ നമ്മുടെ ഹോമിയോപ്പതിക് അഗ്രവേഷൻ ഈസ് കോമൺ എന്നുള്ള ഒരു ബിലീഫ് നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട്. ഹോമിയോപ്പതിക് അഗ്രവേഷൻ യെസ് അത് വരും, അത് പോകും എന്നുള്ള സംഭവമുണ്ട്. ഒരു പുതിയ സിംറ്റം വരുമ്പോഴത്തേനും യെസ് അതൊരു അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ് ആണോ, ആക്ഷൻ ആണോ എന്നുള്ളതിന് പകരം അതിനെ ഹൈഡ് ചെയ്യാനോ പ്രൊട്ടസ്റ്റ് ചെയ്യാനോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനോ ഒക്കെയാണ് നോക്കുക. കാരണം നമ്മുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് മിക്ക ഹോമിയോപ്പതിസും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അണ്ടർ റിപ്പോർട്ടിംഗ് ആണ് ഈ എപ്പോഴും നടക്കുക. വീക്ക് ഇൻകൺസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് ലാസ്. അപ്പോൾ ഇത് നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നമാണത്. ഇവർക്ക് പലപ്പോഴും നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് പലരും അതിനകത്ത് ഈ ചെയ്ത സംഭവങ്ങൾ, അതായത് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള സംഭവങ്ങൾ, ഇതെല്ലാം അവർക്ക് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാനോ അതിനെതിരെ റെഗുലേറ്ററി ആക്ഷൻസോ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ലാക്ക് ഓഫ് ഹോമിയോപ്പതി സ്പെസിഫിക് കാഷ്വാലിറ്റി അസസ്മെന്റ് ടൂൾസ്. സ്റ്റിൽ ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണത്. നമ്മുടെ ഉത്സല മോണിറ്ററിംഗ് സെന്റേഴ്സിന്റെ അസസ്മെന്റ് ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും സ്ട്രിക്ട്ലി ഹോമിയോപ്പതിക് സ്പെസിഫിക് ടൂൾസ് പ്രോപ്പർലി വർക്കിംഗ് അല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അതിൽ ഇപ്പോഴും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന ചില ടൂൾസ് എല്ലാം നമ്മളത് സക്സസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, ലിമിറ്റഡ് പബ്ലിക് അവയർനെസ് ഓഫ് ഗ്രീവിയൻസ് റിപ്പോർട്ടിംഗ് ചാനൽസ്. അവർക്ക് പബ്ലിക് അവയർനെസ് ഇല്ല. അവയർനെസ് തന്നെയാണ് ഇതിനകത്തുള്ള മേജർ ഒരു 4-5 പോയിന്റ്സ് കവർ ചെയ്യുന്നത്. അപ്പോൾ ദ വേ ഫോർവേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രക്ചർഡ് ട്രെയിനിങ് ആൻഡ് സെൻസിറ്റൈസേഷൻ ഫോർ പ്രാക്ടീഷണേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതാണ് ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റത് സിംപ്ലിഫൈഡ് ഡിജിറ്റൽ ഓർ മൊബൈൽ ഏരിയ റിപ്പോർട്ടിംഗ് ഫോർ പേഷ്യൻസ്. ഇതും സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആയുഷ് സുരക്ഷാ പോർട്ടൽ പോലെ സെന്റർ സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടൽസ് ഉണ്ട്. അതിനും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. ഏരിയ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആപ്പുകളോ മൊബൈൽ റിപ്പോർട്ടിംഗ് എളുപ്പമാക്കുന്ന തരത്തിലുള്ള വെബ്സൈറ്റുകളോ ഉണ്ടാക്കണം എന്നുള്ളതാണ്. മറ്റൊന്നും മൊബൈൽ ഫ്രണ്ട്ലി അല്ല. അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്കുകൾ പലതും പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. സ്ട്രോങ്ങർ ടൈം ബൗണ്ട് എൻഫോഴ്സ്മെന്റ് ഓഫ് അഡ്വർടൈസ്മെന്റ് റെഗുലേഷൻസ്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് റെഗുലേഷൻസും പലപ്പോഴും പ്രോപ്പർ അല്ല, ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതും ഒരു സ്ട്രോങ്ങർ ടൈം ബൗണ്ടഡ് എൻഫോഴ്സ്മെന്റ് ആകണം എന്നുള്ളതാണ്. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്. അപ്പോൾ സേഫ് ഹോമിയോപ്പതിക് യൂസ് സേഫ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് അവയർനെസ് എത്ര പേഷ്യൻസിനുണ്ട്, പബ്ലിക്കിനുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോപ്പർലി ഉണ്ടാകണം എന്നുള്ളതാണ്. ദെൻ ഇന്റഗ്രേഷൻ ഓഫ് ആയുഷ് സിസ്റ്റം ഡാറ്റ വിത്ത് നാഷണൽ ഫാർമക്കോ വിജിലൻസ്. അതിപ്പോ ഏറെക്കുറെ അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബഗ്സ് ഉള്ളത് റീസെന്റ് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Then periodic safety signal reviews and transparent publication. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സേഫ്റ്റി സിഗ്നൽ റിവ്യൂസും അത് പ്രോപ്പറായിട്ടും ഇത് ട്രാൻസ്പാരന്റുമായിട്ടുള്ള ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള പബ്ലിക്കേഷൻസും വളരെ ആവശ്യമുണ്ട്. നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ റിസർച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഇത് ഫ്യൂച്ചർ ബഡ്ഡിംഗ് ഹോമിയോപ്പസിനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അത്.
ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്കത് ഡിസ്കഷൻ വേണ്ടിയ പോർഷൻസ് മാത്രം എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോ വിജിലൻസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് എന്നുള്ളതാണ് ഇത് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വിജിലൻസ് അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്ത് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫാർമക്കോ വിജിലൻസ് ആണ് ഇതൊരു നമുക്ക് സയന്റിഫിക് ക്രെഡിബിലിറ്റി, അതൊരു മോഡേൺ സിസ്റ്റം, അതല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ട് നമുക്ക് നിൽക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് ത്രൈവ് ചെയ്യണമെങ്കിൽ ഫാർമക്കോ വിജിലൻസ് അതൊരു മാൻഡറ്ററി ആയിട്ടുള്ള ഫേസ് തന്നെയാണ്. ഒരു 3 ടയർ ഏരിയ റിപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ കണ്ടു. പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ, ഇന്റർമീഡിയറ്റ് ഫാർമക്കോ വിജിലൻസ് സെന്റർ, നാഷണൽ ഫാർമക്കോ വിജിലൻസ്. അപ്പോൾ ഇത് മിനിസ്റ്റർ ഓഫ് ആയുഷ് ഗൈഡ് ചെയ്യുന്ന ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെ ഫാർമക്കോ വിജിലൻസ് കറന്റ് ഉണ്ട്. Then vigilant reporting of adverse drug events and misleading advertising protects patients and preserves public trust. നമ്മൾ നേരത്തെ പല പ്രാവശ്യം പല സൈഡ്സിലും സംസാരിച്ച ഒരു വിഷയം. Then every stakeholder, physician ആവട്ടെ, പേഷ്യന്റ് ആവട്ടെ, മാനുഫാക്ചറർ ആവട്ടെ, റെഗുലേറ്റർ ആവട്ടെ, അവർക്ക് എല്ലാവർക്കും ഈക്വലി ഷെയർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ഡ്രഗ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ അൾട്ടിമേറ്റ്ലി ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് ഈച്ച് വൺ ഓഫ് us have the responsibility of drug safety in homeopathy. സർ, ഞാനിത് ഷെയർ ചെയ്യുന്ന നിർത്തിക്കോട്ടെ. ഇപ്പോഴും എന്നെ കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല. അതൊരു കഷ്ടമായല്ലോ. പക്ഷെ എന്താന്ന് അറിയത്തില്ല, വോയിസ് ക്ലിയർ ആയിരുന്നില്ല സാറേ. ക്ലിയർ ആയിരുന്നത് ക്യാമറ ഓൺ അല്ല, പ്രശ്നം അതാണ്. ക്യാമറ ഓൺ ആണ് സാറേ, ക്യാമറ ഓൺ ആണ് ഇവിടെ. ഓ മൈ ഗുഡ്നസ്, അതായിരുന്നു സാറേ പ്രശ്നം. സോറി, റിയലി സോറി. എന്റെ സ്ക്രീനിന്റെ ക്യാമറ ഓഫ് ആയിരുന്നു, അതായിരുന്നു പ്രശ്നം. ഞാൻ ഇവിടെ ഇടയ്ക്കൊന്നും. വളരെ ശ്രദ്ധേയമായ ടോപ്പിക് ആയിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറേ, ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. വളരെ വിദഗ്ധമായിട്ട് ഡോക്ടറിനെ കുറിച്ച് പഠിച്ചു, ഒരുപാട് ആഴത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഇതിനകത്ത് ഈ ഒരു കാര്യം, ഈ 71 മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് സുഖമാക്കാനില്ല എന്ന് ക്ലെയിം. ഈ സുഖമാക്കൽ എന്ന് പറയുന്നത് ഏത് സിസ്റ്റത്തിന്റെ ബേസിലാണ് പറയുന്നത്? സാർ, അതിൽ അങ്ങനെ നമ്മളിപ്പോ ക്ലെയിം ചെയ്തതെന്ന് പറയുന്നത്, അപ്പോ ഡയബറ്റീസിന് ഇപ്പൊ നമ്മളിത് മിക്കവാറും എല്ലാ റിപ്പോർട്ട്സ് നമ്മളിപ്പോ ഒരു എന്താ പറയാ മിസ്ലീഡിംഗ് റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളതിൽ ഫോർവേഡ് ചെയ്ത് വരുമ്പോഴത്തേനും പലതിലും സംഭവിക്കുന്നത് പൂർണ്ണമായും സൗഖ്യമാക്കും എന്നാണ് ഈ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേനും അവിടെയും കോൺട്രവേഴ്സി വരും. അതായത് ക്യൂർ അല്ലെങ്കിൽ സൗഖ്യം, ഇതിന് ഡെഫിനിഷൻ ഉണ്ടോ, പ്രോപ്പർലി നമുക്കത് എങ്ങനെ, ഏത് ലിമിറ്റ് വരെ പറയാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ക്യൂർ അല്ലെങ്കിൽ ടോട്ടൽ റിക്കവറി എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ആ ലിസ്റ്റ് ഓഫ് കംപ്ലൈൻസിന് റിപ്പോർട്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. ചോദ്യം അതല്ല. ഹോമിയോപ്പതിക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ റിസൾട്ടുകളും പലതും ഉണ്ടല്ലോ. അതെ. ഇതിനകത്ത് ഇപ്പൊ കോവിഡ് വന്നപ്പോ തന്നെ ഉണ്ടായ പ്രശ്നം അത് തന്നെയാണ്. യഥാർത്ഥത്തില് അലോപ്പതിയിൽ മരുന്നില്ല, കൊടുത്തവരൊക്കെ പരലോകത്ത് പോയി. എന്നിരുന്നാൽ പോലും ആ ക്ലെയിമുകളൊക്കെ അംഗീകരിക്കും. ഫോർ എക്സാമ്പിൾ, കോവിഡ് വാക്സിൻ 4 മാസം കൊണ്ട് ഗർഭിണികൾ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞ് പുറത്തിട്ടും ഒരു വിജിലൻസും ഒരു ആക്ഷനും അവർക്കെതിരെ ഉണ്ടായില്ല. കാഴ്ചക്കാരിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് ഇപ്പൊ ഫാർമക്കോ വിജിലൻസുകാരല്ല പറയേണ്ടത്, ഞാൻ ഈ ഗ്രൂപ്പിൽ പറയുകയാണ്. അതായത് നമ്മുടെ ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഡോക്ടർ ഷൈലയിലേക്ക്, ഡോക്ടർ ഷൈല അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ, ഡോക്ടർ മ്യൂട്ട് ആണ്. താങ്ക് യു ഡോക്ടർ മനോജ്. എന്റെ സംശയം, ഈ ഫാർമക്കോ വിജിലൻസ് ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ ഈ ഫാർമക്കോ വിജിലൻസ് പെരിഫറൽ സെന്റർ ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജിന്റെ ഭാഗമാണോ, അതേ അവിടുത്തെ സർക്കാരിന്റെ ഭാഗമാണോ? പറയാമോ? പറഞ്ഞോ, ഈ സംശയമുണ്ട്. ഇത് പറഞ്ഞോ. ഓക്കെ, ഞാൻ ഇതിന് മറുപടി പറയാം ആദ്യം. അപ്പോ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അതില് ഓഫീസ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റാഫ് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. ദാറ്റ് മീൻസ് ഞാന്
അപ്പോൾ ഇത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്, ഈ ഒരു പ്രോജക്റ്റിന്റെ പാർട്ടായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓഫീസ് സ്പേസ്, അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് അതിന്റെ അതോറിറ്റി, അതിന്റെ സാലറി, അതിന്റെ ബാക്കി മെയിൻ്റനൻസ്, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് ആണ് വഹിക്കുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് മെയിൻലി അതിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്ത് ഒരു എത്രത്തോളം ഇത് റിപ്പോർട്ട്സ് സെൻഡ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് സെന്ററിന്റെ സ്ട്രെങ്ത് കൂടും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ പ്രോപ്പറായിട്ട് അവയർനെസ് പ്രോഗ്രാം നടത്തുക. ഇപ്പൊ മന്ത്ലി നമ്മൾ അതിനകത്ത് പീരിയോഡിക്കലായിട്ട് പേഷ്യന്റ് അവയർനെസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഇന്റേൺസിന്റെ അവയർനെസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, മെഡിക്കൽ ഡോക്ടേഴ്സിനും പുറത്തുള്ള പ്രൊഫഷണൽസിനും എല്ലാം അവയർനെസ് പ്രോഗ്രാം. മാം ഇപ്പൊ പറഞ്ഞില്ലേ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന്. പലപ്പോഴും നമ്മൾ പലയിടത്തും അവയർനെസ് പ്രോഗ്രാം നടത്താൻ പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിന് പോലും ഈ കൺസെപ്റ്റിനെ കുറിച്ചൊരു ധാരണയില്ല. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അതിനകത്തൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്, നമ്മൾ അതിനകത്ത് ആക്ഷൻ എടുക്കാനുള്ള സംവിധാനമുണ്ട്, അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പൊ അത് ഈ അവയർനെസ് പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമേ ഡാറ്റ കളക്ഷനും പ്രോപ്പർ ആവുള്ളൂ, എന്നാൽ ഇതിനെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് ഈ പെരിഫറൽ സെന്റേഴ്സിന്റെ വൺ ഓഫ് ദ മെയിൻ റൂൾ. പിന്നെ വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. നമുക്കവിടെ വരുന്ന കേസസ് റിപ്പോർട്ട് ചെയ്യുക, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്. അത് പല സൈഡിൽ നിന്ന് വരും. പേഷ്യൻസ് കൊണ്ടുവരും, ഡോക്ടേഴ്സിന്റെ സൈഡിൽ നിന്ന് കൊണ്ടുവരും, പലരും പല പ്രോഡക്ട്സും ആയിട്ട് ഈ പല ഇതില് കണ്ടെയ്നേഴ്സും കൊണ്ടുവരും. അപ്പോ ഈ പറഞ്ഞില്ലേ മറ്റേ സ്ലിമ്മിങ്ങിന്റെ ഒരു സംഭവം, ഹൈറ്റ് കൂട്ടി തരാം എന്നുള്ള ഈ പ്രോഡക്റ്റും കൊണ്ടിട്ടായിരിക്കും പേഷ്യന്റ് വരണം. സോ ഇത്രയും നാളെ ഞാൻ കഴിച്ചു. അപ്പൊ അവർക്ക് അവയർനെസ് കൊടുക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. സെയിം ടൈം നമുക്കത് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇന്നയാൾക്ക് ഇതൊരു സംഭവം വരുത്തിയിട്ടുള്ളത് നമ്മൾ അതിനൊരു ഡാറ്റ ചെയ്യുകയും വേണം. ആ ഡാറ്റ കൊടുക്കാനായിട്ടുള്ള ആ ജോബാണ് ശരിക്കും പറഞ്ഞാൽ അറ്റ് പ്രസന്റ് JRF ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സംശയം കൂടെ ഉള്ളത് അതുകൂടെ ചോദിച്ചോട്ടെ. അപ്പൊ ഇത് ഈ തമിഴ്നാട്ടിലാണല്ലോ ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജ് സെന്റർ. അവിടെ മാത്രമാണോ ഡ്യൂട്ടി? അതേ വേറെ അടുത്ത ജില്ലയിൽ അങ്ങനെ അടുത്ത ജില്ലയിലും അങ്ങനെ അല്ലെ അടുത്ത സ്റ്റേറ്റിലും അങ്ങനെയൊക്കെ ഉണ്ടോ? അത് നമ്മള് വർക്ക് എല്ലാം നാഷണൽ വൈഡ് ആണ് മാം ചെയ്യുന്നത്. ഇപ്പോ ലാസ്റ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് ഒരു നേരത്തെ പറഞ്ഞില്ലേ, അത് ഉത്തർപ്രദേശിലെ ഒരു ഡോക്ടറുടെ ക്ലെയിം ആയിരുന്നു ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത്. അത് നമുക്ക് ഇന്ത്യക്കകത്തുള്ള ഏത് ഡോക്ടർ ക്ലെയിം ചെയ്യുന്ന സാധനമായാലും മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ് ആയാലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ കേസ് ബാക്കി വരുന്ന സംഭവങ്ങൾ, അതായത് പ്രോഗ്രാംസ് നടത്തുന്നതിനൊക്കെ നമുക്ക് റീജിയൻസ് ഉണ്ട്. ഇത്ര ഏരിയക്ക് അതിപ്പോ തമിഴ്നാട് മെയിൻലി വരുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അതെല്ലാം ആ ഒരു സ്റ്റേറ്റിനകത്താണ് വരുന്നത്. കാരണം പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ കേരളത്തിലുണ്ട്, അത് കോട്ടയത്താണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്റർ ഉണ്ട്. മറ്റേ കർണാടകയിലുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും പെരിഫറൽ സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് റീജിയൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലുള്ള കേസസും റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, വളരെ സന്തോഷം. എന്റെ സംശയം കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും? താങ്ക് യു മാം. ഡോക്ടർ വളരെ ശ്രദ്ധിച്ച് കേട്ടു, വളരെ വളരെ സന്തോഷം. പിന്നെ ഇപ്പൊ പറയാനുണ്ടല്ലോ ഈ 5 ഇന്റർമീഡിയറ്റ് സെന്റർ, 93 പെരിഫറൽ സെന്റർ. ഇപ്പൊ ഈ ഇന്റർമീഡിയറ്റ് സെന്റർ എവിടെയൊക്കെയാ ഉള്ളത്? ഹോമിയോപ്പതിക്ക് ഒരെണ്ണേ ഉള്ളൂ കൽക്കട്ടയിലെ. ബാക്കി ഇന്റർമീഡിയറ്റ് സെന്റേഴ്സ് സിദ്ധാക്കും ആയുർവേദത്തിനും നാച്ചുറോപ്പതിക്കുമാണ് വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ ഈ ആയുഷിന്റെ 5 ഇന്റർമീഡിയറ്റ് സെന്റേഴ്സ് വരുന്നത്. ഹോമിയോപ്പതിക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, കൽക്കട്ടയിലാണ്. ശരി, ഓക്കെ. ഹരികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹരികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, വെൽക്കം. ഞാനിത് കേൾക്കുകയായിരുന്നു. സന്തോഷം. എനിക്ക് പറയാനുള്ള ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഈ മാഡം എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് ഇതെന്ന് പറയുന്നത് നമ്മളെ ഹോമിയോപ്പതിയിലും ഈ ഇപ്പം സെൻട്രൽ ഗവൺമെന്റിലായാലും ഇവിടെ ആയാലും ഇരിക്കുന്നവർക്ക് ഒരു പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം അലോപ്പതി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് ആണ് ഇതിനകത്ത് ഈ പറഞ്ഞതെല്ലാം. ഫാർമക്കോളജിക്കൽ അതിന്റെ ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾ റീസെന്റ് ആയിട്ട് പത്രത്തിൽ വായിച്ചു കാണും, ബോംബെയില് മഹാരാഷ്ട്രയില് ഉള്ള ഹോമിയോ ഡോക്ടേഴ്സിന് അലോപ്പതി പഠിപ്പിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നു. അവിടെ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ തുടങ്ങുന്നു. അപ്പൊ ഇത് ഹോമിയോപ്പതിയുടെ നാശത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും അലോപ്പതിയിലും മാഡത്തിന് അറിയാൻ വേണ്ടി പറയാണ്,
ബേസിക് ആയിട്ടുള്ള കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു ഡോക്ടറാണ്. ക്യാമറ ഓൺ ചെയ്യാമോ? ഇല്ല, അത് കേട്ടോ എന്നാലേ പറഞ്ഞ ഇൻട്രസ്റ്റ് പൂർത്തിയാവുള്ളൂ, കാണണ്ടേ? ഓക്കെ, അത് ഇരിക്കട്ടെ. അതായത് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അതായത് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഈ നമ്മളുടെ ഹോമിയോപ്പതി ഇൻ ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതില് പോകുന്ന സമയത്ത് അവരുണ്ടാക്കുന്ന കുറെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ആദ്യമായിട്ട് എന്തുകൊണ്ട് ഈ കോമ്പിനേഷൻ ഓഫ് ഡ്രഗും പേറ്റന്റ് ഡ്രഗ്സിനെ കുറിച്ചും ഒരു പരാതി ഈ പറഞ്ഞ എന്താണ് പെരിഫറൽ ഫാർമസ്യൂട്ടിക്കൽ വിജിലൻസുകാർ ആലോചിക്കുന്നില്ല? ഈസ് ഇറ്റ് ഹോമിയോപ്പതിക്? അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തരുന്നോട്ടെ, എന്നിട്ട് മാഡം പറഞ്ഞു എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഹോമിയോപ്പതിക്ക് മാഡം ഇപ്പം പറഞ്ഞു ഇങ്ങനെ എന്താണ് ക്ലെയിംസ് ചെയ്യുന്നു എന്നുള്ള. ഇതിലെല്ലാം ക്ലെയിംസ് അല്ലേ അടിച്ചു വെച്ചേക്കുന്നത്? ഈ പിന്നെ എന്താണ് പേറ്റന്റ് ഡ്രഗ്സിലെല്ലാം ഇന്ന മരുന്നുകൾ ഇന്ന കാര്യത്തിന് ഈ പേറ്റന്റ് ഡ്രഗ്സുകൾ ഞാൻ പറയുന്നത്. അതാണ് ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത്. ബാക്കിയാണ് ഈ ആൾക്കാരുടെ കംപ്ലൈൻറ്റ്സ്. ഇനി രണ്ടാമത് ഇതിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ ക്ലെയിംസ് പറയുക എന്നുള്ളത്. ഇപ്പൊ ഒരു ഡോക്ടർ തന്നെ ഇപ്പൊ ആർണിക്ക 30യും പിന്നെ എന്താണ് ഹൈപ്പറിക്കൻ 30യും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു. ഹൗ യു വിൽ ഫൈൻഡ് ഔട്ട്? ഇപ്പൊ ഞാൻ എടുത്തിട്ട് ആർട്സനിക് ആൽബം 30 കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് ഇന്ത്യയിൽ എവിടെയുണ്ട് അത് ആർണിക്ക 30 ആണ് അല്ലെങ്കിൽ ആർണിക്ക 200 ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം എവിടെയുണ്ട്? ഇല്ല. അത് ഇത്തരം കാര്യങ്ങളൊന്നും പറ്റും. രണ്ടാമത്തെ കാര്യം ഞാൻ ഇനി പറയുന്നത് ഈ എന്താണ്, സോറി ഒരു മിനിറ്റ്, ഞാനത് ഓർത്ത് വിട്ടുപോയി കേട്ടോ. ഞാനിങ്ങനെ ഒരു ഇതില് പറഞ്ഞു വിടാം. ഇത്രയും കാര്യം ഒരു തൽക്കാലം ഞാൻ പറയട്ടെ. അപ്പോഴാണ് മാഡം ഇതിനൊരു ആൻസർ പറയൂ. സാർ, ഇതില് ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ ഈ ഹോമിയോപ്പതി, അതായത് ഫാർമക്കോ വിജിലൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അപ്പോൾ അതായത് ഇതൊരു അലോപ്പതി ബേസിലുള്ള സംഭവങ്ങളാണ് ഈ പോർട്രേ ചെയ്തതെന്ന് സാറ് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് എനിക്കും ഇത് സാറിന്റെ അതേ അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് തന്നെ ഫാർമക്കോ വിജിലൻസ് ആണ്. അപ്പോ ഒരു അലോപ്പതിയുടെ അഡ്വേഴ്സ് ഇഫക്റ്റ് കണ്ടതുകൊണ്ടാണ് ഹാനിമാൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. അത് ഹോമിയോപ്പതി തന്നെ ഫാർമക്കോ വിജിലൻസ് ആണ്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ആശയത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത് കൊണ്ടാണ് അത് തന്നെ ഞാൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്റെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഇതില് ഇപ്പോ സാർ രണ്ടാമത് പറഞ്ഞ കുറെ പോയിന്റ്സിന്റെ ഒരു ആകത്തുക ഞാൻ പറയാം. ഇപ്പൊ കോമ്പിനേഷൻസ് മെഡിസിൻ ഒബ്വിയസ്ലി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ മാസം റിപ്പോർട്ട് ചെയ്ത ഒരു കേസ് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ അതിനകത്ത് ഡ്രഗ്സ് ഞാൻ ഓർക്കുന്നില്ല, ഒരു 6ഓളം ഡ്രഗ്സിന്റെ ഒരു കോമ്പിനേഷൻ ഒരു ഉത്തർപ്രദേശുകാരനായ ഒരു ഡോക്ടർ ക്ലെയിം ചെയ്യുന്നുണ്ട്. മുട്ടുവേദന കംപ്ലീറ്റ് മാറി പൂർണ്ണമായും ഭേദമാക്കുന്നു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനകത്തും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ റിപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഈ ഫാർമക്കോ വിജിലൻസിന്റെ നമുക്ക് തന്നിരിക്കുന്ന മാനുവലിൽ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യരുത് എന്നുള്ളതല്ല. പേറ്റൻസും ഒബ്വിയസ്ലി വി ക്യാൻ റിപ്പോർട്ട്, എല്ലാവർക്കും അതും റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതിൽ സങ്കടകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള അതിനകത്തുള്ള ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പേറ്റന്റുകൾ പലതും ഈ പേറ്റൻസി വാങ്ങിച്ചിരിക്കുന്നത് നല്ലോണം കാശ് മുടക്കിയിട്ടാ പേറ്റൻസി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററിൽ ഇരിക്കുന്ന ഒരു JRF പറഞ്ഞിട്ട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുടങ്ങാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിന് സംഭവിക്കുന്നത് അതിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആ സംഭവം അവിടെയാണ് പറയുന്നത്. നമ്മുടെ വീക്ക് ആയിട്ടുള്ള ലോസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തുള്ള കുറെ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ കാണിക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം സംഗതികൾ ചെയ്യും, നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. ഇതൊക്കെ ഒരു കണക്കിന് ഒരു ഉമ്മാക്കി പോലെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം പ്രോപ്പർ ആയിട്ട് ലാ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമേ സാർ ഈ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം നടക്കുള്ളൂ. പക്ഷെ ഇവര് പറയുന്നത് നമ്മുടെ ഫാർമക്കോ വിജിലൻസിന്റെ നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് പറയുന്നത് സ്റ്റിൽ ദേ ആർ വർക്കിംഗ്, നമുക്കത് റെക്ടിഫൈ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇടയ്ക്കൊന്ന് ഇന്റർഫ്യൂ ചെയ്തോട്ടെ, ഇടയ്ക്ക് ഞാൻ ഇന്റർഫ്യൂ ചെയ്തോട്ടെ. മാഡം പറയുന്നത് ഇപ്പൊ ലോ എൻഫോഴ്സ് ചെയ്തില്ല, ലോ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, ലോ ഉണ്ടെന്ന് ഇരിക്കുക. നിങ്ങളെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കൽത്തുറുങ്കിൽ അടയ്ക്കാം എന്നൊരു ലോ തന്നെ ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വർഷത്തെ ഇംപ്രിസൺമെന്റ് തരാം എന്ന് തന്നെ ഒരു ലോ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഹൗ വിൽ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ആർണിക്ക 30 അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആർണിക്ക 200? അതൊന്ന് മാഡം പറ.
പിന്നെ അല്ല അതാണ് ഒരു വൈറ്റൽ പോയിന്റ് കൂടെ പറഞ്ഞാൽ പറഞ്ഞിട്ട് മതി. വേണം പറഞ്ഞോളൂ. ഞാൻ പറയുകയാണ്, നമ്മളല്ല കേരളം മുഴുവൻ പറഞ്ഞതാണ്. കോവിഡ് വന്ന സമയത്ത് കോവിഡിന് ഹോമിയോപ്പതി ഇഫക്റ്റീവ് ആണ്, കോവിഡിന് പ്രിവെന്റീവ് ആയിട്ട് ഇഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞു. അത് പറയാൻ പറ്റത്തില്ലല്ലോ ഇനി നിങ്ങളുടെ ഈ വിജിലൻസ് കൊണ്ട്. ഫാൾസ് ക്ലെയിം ആയിട്ട് വരത്തില്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇറ്റ് ഈസ് സോൺലി പിന്നെ ഈ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഏതോ ഒരു അലോപ്പതിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറെ ഡോക്ടേഴ്സ് ആണ്. എസ്പെഷ്യലി ദേ മേ ബി ഫ്രം ഡൽഹി ഓർ മേ ബി ഫ്രം ബോംബെ. അവരാണ് ഇതിന്റെ പിറകിലുള്ളത്. ഇത് ഹോമിയോപ്പതിയെ, മാഡത്തിന്റെ ഈ വർക്ക് ഹോമിയോപ്പതിയെ നശിപ്പിക്കത്തേ ഉള്ളൂ. 3 സിസ്റ്റത്തെ കുറിച്ച് അറിയുന്ന ഒരാളെന്നുള്ള വ്യക്തിയിൽ അങ്ങനെ അറിയണമെന്ന് ബേസിക് ആയിട്ട് ഫസ്റ്റ് തിങ് ഇന്ത്യയിൽ റിസർച്ച് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഈ ആർണിക്ക 30-ഉം ആർണിക്ക 200-ഉം തിരിച്ചറിയാനുള്ള സയന്റിഫിക് സംവിധാനം ഉണ്ടോ ഇന്ത്യയിൽ? അതുണ്ടെങ്കിൽ ഇതെല്ലാം കറക്റ്റാണ്. അല്ല, അതില്ലാത്തടത്തോളം കാലം നിങ്ങൾ ഈ പറയുന്ന എല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. അപ്പൊ അതിനകത്ത് സാർ ഒരു കാര്യമുള്ളത്, ഒരു പ്രിലിമിനറി ചൂടുവെപ്പാണ്. പിന്നെ സാറിനെ പോലുള്ള അറിവുള്ള ആൾക്കാർ അതിന് ഫർദർ നിർദ്ദേശങ്ങൾ കൊടുക്കുക ചെയ്യാമല്ലോ. അല്ല, നമ്മളെയൊന്നും വിളിക്കുന്നില്ല, നമ്മളൊന്നും ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് ഞാൻ പറയാം. ഇല്ലെങ്കിൽ എന്തിനാണ് ഹോമിയോ ഡോക്ടേഴ്സിനെ കൊണ്ട് ഫാർമസി പഠിപ്പിക്കുന്നത്? അതിന് കോഴ്സ് തുടങ്ങിക്കുന്നത്? ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്? ഒരു ഹോമിയോപ്പതിയോട് ആത്മാർത്ഥമില്ല. എനിക്കിപ്പം ഞാൻ 99.9% ഹോമിയോ ഡോക്ടറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ഞാൻ 48-50 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഇല്ലാത്ത അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എന്തിന് ഹോമിയോ ഡോക്ടേഴ്സിന് അലോപ്പതി പഠിപ്പിച്ച് അലോപ്പതിക്കാരായിട്ട് മാറ്റുന്നു? ഇതിനകത്തൊരു കോൺസ്പിറസി ഞാൻ ഡൗട്ട് ചെയ്യുന്നു. അത് ഞാൻ പിന്നെ പറയാം. ഗവൺമെന്റ് എന്ന് പറയുന്ന ഇപ്പൊ ഹോമിയോപ്പതിയെ കൺട്രോൾ ചെയ്യുന്ന ഈ വെസ്റ്റീജിയൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ്. ദേ ആർ ഫ്രം ഡൽഹി ആൻഡ് ദേ ആർ ഫ്രം ബോംബെ. അവരാണ് ഇത് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊക്കെ വന്നത്. ഇത് ശുദ്ധ മണ്ടത്തരമാണ്. ഈ സിസ്റ്റത്തിന് അവതരിപ്പിക്കും. ഇനി കോവിഡ് ഭാവിയിൽ വേറൊരു ഡിസീസ് വന്നു, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ക്ലെയിം ചെയ്യാതെ ആൾക്കാരെങ്ങനെ അറിയും? ഇപ്പൊ കോവിഡിന് ഇഫക്റ്റീവ് ആണെന്ന് നമ്മൾ മീഡിയാസ് വരെയും പിന്നെ മിനിസ്റ്റേഴ്സും അങ്ങനെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളിൽ കൂടെ പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് പേരെടുക്കാൻ പറ്റിയത്. അതാണ് സാറേ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ മനോജ് സെഡ് ഈസ് കറക്റ്റ്. മനോജ് പറഞ്ഞത് കറക്റ്റ് ആണ്. അത് 71 ഡിസീസുകൾ എന്നുള്ളതിനെ നമ്മൾ ചോദ്യം ചെയ്ത് അതിനെ നമ്മുടെ എക്സ്പേർട്സ് ഇടപെട്ട് മോഡിഫൈ. കോടതികളിൽ ഈ ഒരു ബുക്കും ഈ ഒരു കിതാബ് വെച്ചാണ് എല്ലാം പറയുന്നത്. അപ്പൊ കോടതി പോയാലും കേസ് തള്ളതിന്റെ കാര്യം. ഒരു സയന്റിഫിക് ആയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഡോക്ടർ മനോജ്. അതായത് ഞാൻ ക്ലെയിം ആയിട്ട് പറയുന്നതല്ല, ഞാൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഏതാണ്ട് 4000 കേസ് ഓഫ് ക്യാൻസേഴ്സ് ഞാൻ ഇപ്പൊ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അതിൽ നല്ല റിസൾട്ടും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഡോക്ടർ ഇപ്പം ഞാൻ ഒരു ക്യാൻസർ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ലൈക്കോപോഡിയ ഇങ്ങനെ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആഴ്സനിക് കൊടുത്തിട്ടാണ് മാറിയതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഉടനെ എന്നാൽ ഞാനൊരു 10 കേസ് തരാം, ആഴ്സനിക് കൊടുത്തിട്ട് മാറ്റാൻ പറ്റുമോ? പറ്റൂല. അതാണ് ഹോമിയോയുടെ പ്രത്യേകത. അത് ഈ പറയുന്ന ഹോമിയോ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. മാപ്പ് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ മണ്ടന്മാര്, ഹോമിയോപ്പതിയിലെ ഈ മണ്ടന്മാരുണ്ടാക്കുന്ന ഇങ്ങനത്തെ പ്രോട്ടോകോൾസ് ആണ് ഈ ഹോമിയോപ്പതിയെ നശിപ്പിക്കുന്നത്. അത് സാറ് കാര്യമുള്ളത്, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ടുള്ള PhD ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വരും വർഷങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് പോയത് മാറ്റി വാങ്ങിക്കുക, കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രശ്നം. എനിക്കിത് ഇതിനെ കുറിച്ച് അറിയില്ല. ഞാൻ ഇത് എഴുതും, തീർച്ചയായിട്ടും എഴുതും ഡോക്ടറെ. വെരി ഗുഡ്, വളരെ സന്തോഷം. നമുക്ക് അടുത്ത ഈ 3 കാര്യങ്ങൾ വൈറ്റലാണ്. ഒന്ന്, ഹോമിയോപ്പതിയിലെ 30-ഉം 200-ഉം തമ്മിലുള്ള ഒരു മെഡിസിന്റെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും. 2, ഒരു അസുഖം ഒരു രോഗിക്ക് മാറി എന്ന് പറഞ്ഞാൽ അത് ഇന്ന മരുന്നിൽ മാറി എന്ന് പറഞ്ഞുകൊണ്ട് അതേ മരുന്നിൽ അടുത്ത അസുഖം മാറി കാണിക്കണം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ് ഈ പറയുന്ന പ്രോട്ടോകോൾ സിസ്റ്റം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതെങ്ങനെ ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റും? അടുത്തളിലേക്ക് ഇതാര് പേര് റിയൽ ഇതാരാണ്? ഈ പേരില്ലാതെ ഇത് മൊബൈലിൽ ഫോൺ വിളിക്കാം. 11G ഇതാരാണത്? അൺമ്യൂട്ട് സംസാരിക്കാമോ? ശരി,
ഓക്കെ, താങ്ക് ഹലോ യു, താങ്ക് യു ഡോക്ടർ. എന്നാലും പ്രസന്റേഷൻ നന്നായിരുന്നു. ഞാൻ ഓ താങ്ക് യു ഡോക്ടറിനെ സർ. ആ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഹലോ സംസാരിക്കൂ. ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടർ വേണുഗോപാലാണ്. പറയൂ സാർ. അല്ല, മാഡത്തിന്റെ ക്ലാസ് വളരെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എന്തായാലും ഇത് ഒരു ഹോമിയോപ്പതിക് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ ഒരു 6-7 വർഷമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നമ്മുടെ ഫാർമസിയുടെ സിലബസിനകത്ത് ഇപ്പോൾ ഈ ഫാർമക്കോ വിജിലൻസ് ഇൻ ഹോമിയോപ്പതി ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ഫാർമക്കോ വിജിലൻസ് സെന്റേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ ഉണ്ട് പുതിയ ബുക്കിലൊക്കെ. കുറച്ച് വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ഹരികുമാർ ഡോക്ടറൊക്കെ പറഞ്ഞ പോയിന്റ്സും നമ്മുടെ ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മളെക്കെതിരായിട്ട് വരുന്ന ഒരുപാട് ഈ പിന്നെ മീഡിയയിലൊക്കെ വരുന്ന ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ഈ ഫാർമക്കോ വിജിലൻസ് നല്ലത് തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു ഫാർമക്കോ വിജിലൻസ് സെന്റർ ഉണ്ട്, നമ്മൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഇപ്പോ അതൊരു കാര്യം, നമുക്ക് നല്ലൊരു സ്ട്രോങ് ഒരു ബാക്ക് ബോൺ ആണത് ശരിക്കും പറഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ. അതെ. പിന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ആർമിക്ക് 13 രൂപ ഡ്രഗ് ടെസ്റ്റിംഗ് അവിടെ എല്ലാം ചെയ്യാൻ പറ്റുമോ ആ കാര്യത്തില്? എന്താ ഡോക്ടറെ, ഈ നമ്മുടെ മരുന്നുകൾ ഗസിയാബാദിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഫാർമസി ഇത്, അപ്പൊ പറഞ്ഞ ആ മെഡിസിന്റെ അത് നമുക്ക് ഐഡന്റിഫൈ പറ്റുമോ? നമ്മുടെ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് അവോഗാഡ്രോസ് നമ്പർ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പൊ അത് ആർമിക്കാണോ പൾസാരിലോ തിരിച്ചറിയാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നാണ് സാറ് ചോദിച്ചത്. അത് പറ്റുമല്ലോ, അത് ഡോക്ടർ നന്നായിട്ട് അറിയാം. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പൊട്ടൻസി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മോളിക്യൂൾസിന്റെ മോളിക്യൂളും പൊട്ടൻസി അല്ല ചോദിച്ചത്, രണ്ട് മെഡിസിൻ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അല്ലാതെ പറ്റും. സാധാരണ ഒരു മദർ ടിഞ്ചറോ ഒരു സർട്ടൻ പൊട്ടൻസി വരെ പറ്റും, അല്ലാത്ത പറ്റത്തില്ല. ഇപ്പൊ നമ്മളൊരു ടോണിക്ക് കൊണ്ടുവന്നു, തീർച്ചയായിട്ടും അനലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പരിപാടി അവസാന സമയമാകുന്നു. അല്ല, ഒരു കാര്യം കൂടെ, ഈ നമ്മുടെ എസ്പെഷ്യലി ആദ്യകാലത്തൊക്കെ നമ്മുടെ ഈ ബി ക്ലാസ് പ്രാക്ടീഷണേഴ്സ് ഒക്കെ ഒരുപാട് ഈ ആർസനിക് ആൽബ 3X ഞാൻ കണ്ടിട്ടുണ്ട്, അതുപോലുള്ള ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത് പറഞ്ഞു തീരണ്ടേ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് സാറേ, അന്നത്തെ കാലത്താണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ അവയർനെസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് നിർത്തുമല്ലോ. നല്ലത് തന്നെയാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ മനോജ്. എന്തായാലും ഡോക്ടർ ശുഭ വത്സലം, ഡോക്ടർ DHMS, MHSC, CCD, PG, DYT എന്നീ ഒട്ടനവധി ഡിഗ്രികളുള്ള ഡോക്ടറാണ്. ഡോക്ടർ ശാരദാകൃഷ്ണ മെഡിക്കൽ കോളേജിന്റെ പെരിഫറൽ ഫാർമക്കോ വിജിലൻസ് സെന്ററിൽ ജോലി ചെയ്യുന്നു. JRF ആയിട്ട് ഫെലോഷിപ്പ് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ നല്ല രീതിയിൽ നമുക്ക് ഈ ഫാർമക്കോ വിജിലൻസിനെ കുറിച്ച് നല്ല ഒരു അവയർനെസ് ആണ് തന്ന. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എന്തായാലും ഇന്ന് ഈ ഗ്രൂപ്പിലുള്ളവർക്കും ഇനി ഇത് യൂട്യൂബ് വഴി കാണുന്നവർക്കും മനസ്സിലായി. ഇനി അതില് അനുകൂലമായും പ്രതികൂലമായും ഉള്ള വർത്തമാനങ്ങൾ തീർച്ചയായിട്ടും വരും. അത് നല്ലത് തന്നെ. അതിനെ കുറിച്ച് അപ്പൊ എന്താണ് അത് ഭാവിയിൽ നമുക്ക് അതിലുള്ള ഗുണവും ദോഷവും നമുക്ക് പരിശോധിച്ച് അതിന്റെ അനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാനും പറ്റി. അതുകൊണ്ട് ഇത് കേട്ടതുകൊണ്ടാണല്ലോ. അപ്പൊ എന്തായാലും ഡോക്ടർ വളരെ വിശദമായി തന്നെ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. നല്ല ഒരു വിശദീകരണം നടത്തിയ ഡോക്ടർക്ക് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ഇതിന്റെ ഇനി മാറ്റങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഭാവി കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് എത്തണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഡോക്ടർ, ഒരു മിനിറ്റ്, MHSC, CC എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം, എന്താണെന്നുള്ളത്. കുറെ ഡിഗ്രികളുണ്ട്, കേട്ട് മനസ്സിലായി. MHSC CCD ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അടുത്തത് PGDYT പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ യോഗ തെറാപ്പിയാണ്, തെറാപ്യൂട്ടിക് യോഗയാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ആണ്. ഞാൻ റാങ്ക് ഹോൾഡർ ആയിരുന്നു ആ ബാച്ചിന്റെ. അടുത്ത ലാസ്റ്റ് കാണുന്നത് FDBM PGD FDBM, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബോട്ടിക് മാനേജ്മെന്റ് ആണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 വർഷം ബാംഗ്ലൂർ പോയി നിന്ന് ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു
പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു ബൊട്ടീക്ക് ഉണ്ട്. എൻ്റെ ഒരു സൈഡ് ഇൻട്രസ്റ്റ് ആണ്, ഒരു ഫാഷൻ ഫീൽഡിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഒരു ഫാഷൻ സ്കൂളുണ്ട്, അതിൽ 1 ഇയറിന്റെ ഒരു നാഷണൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു വെറൈറ്റി ഉള്ള സാധനങ്ങളാണ് ഈ ലിസ്റ്റ് ഓഫ് ഡിഗ്രീസിൽ വരുന്നത്. ഓക്കെ, എന്തായാലും ഒരു കാര്യം, നമ്മുടെ ഡോക്ടർമാരെല്ലാം വളരെ കഴിവുള്ളവരുണ്ട്. സമീപകാലത്തുള്ള ഒരു ട്രെൻഡ് മാറ്റം വെച്ചാൽ ഇവരെല്ലാം പഠിക്കുന്നു, ഒരുപാട് മേഖലകളിലേക്ക് പോകുന്നു. വളരെ സന്തോഷം. ഹോമിയോപ്പതിയുടെ ഭാവി എന്തായാലും ഭാസുരമാകാൻ യാതൊരു സംശയമില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാൻ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം ഡോക്ടർ, താങ്ക് യു.